ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിങ്സിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ NDPS ആക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ക്ലാസ് കണ്ടിട്ട് വരിക. കാര്യം ആ ക്ലാസ്സിൽ നമ്മൾ NDPS ആക്ടിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, പിന്നെ അതുകൂടാതെ അതിനകത്ത് നമ്മൾ സെക്ഷൻ 1 അതുകൂടാതെ സെക്ഷൻ 25 എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1 എല്ലാവർക്കും അറിയാം. അതിനകത്ത് എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഈ പറയുന്ന ആക്ടിൻ്റെ ടൈറ്റിലിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എന്ത് പറയുന്നുണ്ട്, ഈ ആക്ടിൻ്റെ എക്സ്റ്റെൻറ്റ് അല്ലെങ്കിൽ വ്യാപ്തി എവിടെ വരെയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എന്നാണ് കമൻസ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് എവിടെയാണ്, സെക്ഷൻ 1 അല്ലേ. അതിനുശേഷം നമ്മൾ നേരെ സെക്ഷൻ 25 നമ്മൾ വന്നു. സെക്ഷൻ 25 പറയുന്ന കാര്യം എന്ന് പറയുന്നത് NDPS ആക്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ NDPS ആക്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ കുറ്റമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി കുറ്റമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ പ്രവൃത്തി ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രിമൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് സെക്ഷൻ 25 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 25 പ്രകാരം പ്രിമൈസ് ഒരുക്കി കൊടുക്കുന്നതിന് കിട്ടുന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് കുറ്റം ചെയ്യുന്നതിന് എന്ത് പണിഷ്മെൻ്റ് ആണോ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിക്ക് NDPS ആക്ടിൽ എന്ത് ശിക്ഷയാണോ പറഞ്ഞിരിക്കുന്നത് അതേ ശിക്ഷ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അത് ചെയ്യാനായിട്ട് പ്രൊമൈസ് ഒരുക്കി കൊടുക്കുന്നവർക്കും ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത് ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണിത്. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 27 ആണ്. സെക്ഷൻ 27 എന്താണ് പറഞ്ഞിരിക്കുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 27 എന്ന് പറയുന്നത്. എന്താണ് സെക്ഷൻ 27 പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, മയക്കുമരുന്നോ ലഹരി പദാർത്ഥമോ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത്, സെക്ഷൻ 27 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഡയറക്റ്റായിട്ട് ചോദിക്കാം, ഒരു വ്യക്തി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും നർക്കോട്ടിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, അങ്ങനെ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിന് പണിഷ്മെൻ്റ് ഉണ്ട്. ആ പണിഷ്മെൻ്റ് എന്താണെന്ന് പറയുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്, സെക്ഷൻ 27. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ പറയുന്ന നർക്കോട്ടിക് ഡ്രഗ്സും സൈക്കോട്രോപിക് സബ്സ്റ്റൻസും കൺസ്യൂം ചെയ്താലുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്, അല്ലെങ്കിൽ മയക്കുമരുന്നോ ലഹരി പദാർത്ഥമോ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, വകുപ്പ് 27. ഓക്കെ അല്ലേ. അപ്പോൾ ഡയറക്റ്റായിട്ടൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്ഷൻ 27 സിമ്പിളായിട്ട് നമുക്കിനി ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ കുറച്ചും കൂടെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാണെങ്കിൽ സെക്ഷൻ 27 2 കാറ്റഗറി ഓഫ് പണിഷ്മെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, ഇന്ന ലഹരി പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഇന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റ് എന്ത് എന്നുള്ളതും, പിന്നെ അതുകൂടാതെ എന്ത് പറയുന്നുണ്ട്, ഈ ലിസ്റ്റിൽ ഇല്ലാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള പണിഷ്മെൻറ്റ്. അപ്പോൾ 2 കാറ്റഗറി ഓഫ് പണിഷ്മെൻറ്റ്സ് ആണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 27 പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ 27 പഠിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സെക്ഷൻ 27 നമ്മുടെ ഓർമ്മയിലോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് 2 കാറ്റഗറി ഓഫ് പണിഷ്മെൻറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 27 ബേസിക് നമുക്കറിയാം. സെക്ഷൻ 27 2 കാറ്റഗറി ഓഫ് പണിഷ്മെൻറ്റ്സ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പണിഷ്മെൻറ്റ്സും എന്താണ് എന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, കൊക്കൈൻ, മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ, ഓക്കെ, തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗിക ഗസറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുള്ള മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ്, 1 വർഷം വരെ നീട്ടിയേക്കാവുന്ന കഠിന തടവ്, 20,000 രൂപ പിഴ, അല്ലെങ്കിൽ എന്ത് കിട്ടും, രണ്ടും കൂടിയോ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ക്ലിയർ ആയിട്ടും ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പം കൊക്കൈൻ, മോർഫിൻ, ഡൈ അസറ്റൈൽ മോർഫിൻ, ഓക്കെ, എന്നീ ലഹരി പദാർത്ഥങ്ങൾ കൺസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഗസറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപാദിച്ചിട്ടുള്ള ഏതെങ്കിലും കാറ്റഗറി ഓഫ് ഡ്രഗ്സോ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടും, 1 വർഷം വരെയുള്ള കഠിന തടവ്, അല്ലെങ്കിൽ 20,000 രൂപ, അല്ലെങ്കിൽ എന്ത് കിട്ടും, രണ്ടും കൂടിയോ ഉള്ള പണിഷ്മെൻ്റ് ആണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, പക്ക ഓക്കെ അല്ലേ. അപ്പോൾ സെക്ഷൻ 27 പണിഷ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്, ഡ്രഗ്സ് കൺസ്യൂം ചെയ്താലുള്ള. അതിനകത്ത് ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പറഞ്ഞു. എന്താണ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്, ഈ പറയുന്ന മോർഫീൻ, ഡൈ അസറ്റൈൽ മോർഫീൻ, കൊക്കൈൻ എന്നീ മയക്കുമരുന്നുകൾ, അല്ലെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ
ഗസറ്റിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മയക്കുമരുന്ന് കൺസ്യൂം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 1 വർഷം വരെയുള്ള കഠിന തടവ് അല്ലെങ്കിൽ 20,000 രൂപ, അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും കൂടിയോ നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലായി. ഇനി രണ്ടാമത്തെ പണിഷ്മെന്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന കൊക്കൈനോ, മോർഫീനോ, ഡൈ അസറ്റൈൽ മോർഫീനോ അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് ഗസറ്റിൽ പറഞ്ഞിട്ടില്ലാത്ത എന്തുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ തരാത്ത എന്തെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നോ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ നമ്മൾ കൺസ്യൂം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് 6 മാസം വരെ നീണ്ടു നിൽക്കാവുന്ന തടവ്, അല്ലെന്നുണ്ടെങ്കിൽ 10,000 രൂപ, അല്ലെങ്കിൽ രണ്ടും കൂടിയോ നമുക്ക് എന്ത് ചെയ്യും, ലഭിക്കും എന്നാണ് സെക്ഷൻ 27 പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സെക്ഷൻ 27 ബ്രീഫായിട്ട് നമുക്കൊന്ന് പറയാം. സെക്ഷൻ 27 പറയുന്നത് എന്താണ്, ഡ്രഗ്സിന്റെ അല്ലെങ്കിൽ നർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ സൈക്കോട്രോപിക് ഡ്രഗ്സ് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ നമ്മൾ ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് 2 കാറ്റഗറി ഓഫ് പണിഷ്മെന്റ്സ് പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് 1 വർഷം വരെയുള്ള കഠിന തടവ് പ്ലസ് 20,000, 1 വർഷം വരെയുള്ള കഠിന തടവ് അല്ലെങ്കിൽ 20,000 രൂപ, അല്ലെങ്കിൽ രണ്ടും കൂടിയോ നമുക്ക് കിട്ടും. ഇതെപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന കൊക്കൈനോ, മോർഫീനോ അല്ലെങ്കിൽ ഡൈ അസറ്റൈൽ മോർഫീനോ ആണ് കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാറ്റഗറി ഓഫ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഈ പറയുന്ന പണിഷ്മെന്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ഈ പറയുന്ന 3 പദാർത്ഥങ്ങളല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന 3 സബ്സ്റ്റൻസ് അല്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ലാത്ത മറ്റേതെങ്കിലും സബ്സ്റ്റൻസ് ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് പണിഷ്മെന്റ് ഉണ്ട്. എത്രയാണ്? 6 മാസം വരെയുള്ള തടവാണ്. മറ്റേത് കഠിന തടവാണ് അല്ലേ? 6 മാസം വരെയുള്ള തടവ്, അല്ലെങ്കിൽ 10,000 രൂപ, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ നമുക്ക് എന്ത് കിട്ടും, പണിഷ്മെന്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ സെക്ഷൻ 27 ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് സെക്ഷൻ 25 എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ? എന്ത് ചെയ്യുന്നു, ഒരാൾ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നമുക്ക് ചോദ്യം വരുവാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ എന്ത് ചെയ്യുന്നു, എയുടെ അറിവോടുകൂടി ബി എന്ത് ചെയ്യുന്നു, കേന്ദ്ര സർക്കാർ ഗസറ്റിൽ വ്യക്തമാക്കിയിട്ടുള്ള ഏതെങ്കിലും മയക്കുമരുന്ന് എന്ത് ചെയ്യുന്നു, അനധികൃതമായിട്ട് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പല രീതി ചോദ്യങ്ങൾ വരാം. എന്ത് ശിക്ഷയാണോ അത് കൺസ്യൂം ചെയ്താൽ ഉണ്ടാകുന്നത് അതേ ശിക്ഷ തന്നെ ലഭിക്കാം. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറയാം 1 വർഷം വരെയുള്ള കഠിന തടവ്, അല്ലെന്നുണ്ടെങ്കിൽ 20,000 രൂപ, അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ നമുക്ക് കിട്ടും. ഇത് രണ്ടും എന്താണ്, ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പൊ സെക്ഷൻ 25 പ്രകാരം കുറ്റകൃത്യത്തിനുള്ള അതേ പണിഷ്മെന്റ് തന്നെയാണ് പ്രൊമൈസ് ഒരുക്കുന്നവർക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി എന്താണ് കുറ്റകൃത്യം ചെയ്താലുള്ള പണിഷ്മെന്റ് എന്ന് എന്ത് ചെയ്യുന്നു, സെക്ഷൻ 27 പറയുന്നത് ഡ്രഗ്സ് കൺസ്യൂം ചെയ്താലുള്ള പണിഷ്മെന്റിനെ കുറിച്ചാണ് സെക്ഷൻ 27 പറയുന്നത്. 2 കാറ്റഗറി ഓഫ് പണിഷ്മെന്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ട് ഓർത്തു വെച്ചേക്കണം. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ സെക്ഷൻ 25 NDPS ആക്ടിലെ സെക്ഷൻ 25, അതുകൂടാതെ സെക്ഷൻ 27 ഈ 2 സംഗതികളും പക്കായിട്ട് തലയിൽ കയറിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 27 ബെയർ ആക്റ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അതും കൂടെ പഠിച്ചാൽ എന്താണ്, പിന്നെ കംപ്ലീറ്റ് സെറ്റാണ്. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയേക്കാണ്. ചില ആൾക്കാർക്ക് ബെയർ ആക്ട് വായിച്ചാൽ എന്ത് ചെയ്യത്തില്ല, മനസ്സിലാവത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യമേ നമ്മൾ ഇതിൻ്റെ കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മൾ ബെയർ ആക്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ബെയർ ആക്ടിലേക്ക് പോവാം. ബെയർ ആക്ട് നോക്കിക്കേ, സെക്ഷൻ 27 എന്താണ് സെക്ഷൻ 27 പറയുന്നത്, പണിഷ്മെന്റ് ഫോർ കൺസംഷൻ ഓഫ് എനി നർക്കോട്ടിക് ഡ്രഗ് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും കാറ്റഗറി ഓഫ് നർക്കോട്ടിക് ഡ്രഗോ അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാലുള്ള പണിഷ്മെന്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 27 പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൂ എവർ consumes any narcotic drug or psychotropic substance shall be punishable. അല്ലേ, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു നർക്കോട്ടിക് ഡ്രഗോ അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ കൺസ്യൂം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പണിഷബിൾ ആണ് എന്ന് 27 പറയുന്നുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്, where narcotic drug or psychotropic substance consumed is cocaine, morphine, diacetyl morphine or any other narcotic drug or any psychotropic substance as may be specified in this behalf by central government by notification of official gazette with rigorous imprisonment for a term which may extend to 1 year or with a fine which may extend to 20,000 rupees or
വിത്ത് ബോത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എന്താണ്, ഈ പറയുന്ന കൊക്കൈനോ മോർഫീനോ ഡൈ അസറ്റൈൽ മോർഫീനോ അല്ലെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഒഫീഷ്യൽ ഗസറ്റിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള മറ്റേതെങ്കിലും നർക്കോട്ടിക് ഡ്രഗോ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ നമ്മൾ കൺസ്യൂം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, 1 വർഷത്തെ റിഗ്രസ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ കഠിന തടവ്, എത്ര വരെ എക്സ്റ്റെൻഡ് ആവുന്ന 1 വർഷം വരെ ആകാവുന്ന കഠിന തടവ്, അല്ലെങ്കിൽ എന്ത് കിട്ടും, 20,000 രൂപ വരെ ആകാവുന്ന ഫൈൻ, അല്ലെന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർത്തോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പണിഷ്മെന്റ് ആയിട്ട് നമുക്ക് കിട്ടാം. ഇനി രണ്ടാമത് പറയുന്ന കാര്യം എന്താണ്, വേർ ദ നർക്കോട്ടിക് ഡ്രഗ് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺസ്യൂംഡ് ഈസ് അതർ ദാൻ ദോ സ്പെസിഫൈഡ് ഇൻ ഓർ അണ്ടർ ക്ലോസ് എ. അപ്പൊ ക്ലോസ് എയിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, നർക്കോട്ടിക് ഡ്രഗ് അല്ലെന്നുണ്ടെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അല്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യുന്നു, അല്ലാത്ത ലഹരി വസ്തുക്കൾ നമ്മൾ കൺസ്യൂം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പണിഷ്മെന്റ് വിൽ ബി ഇംപ്രിസൺമെന്റ് ഫോർ എ ടേം വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 6 months. അല്ലെ, 6 മാസം വരെ ആകാവുന്ന തടവ്, ഓർ വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10,000. അല്ലെ, എത്രയാണ്, 10,000 രൂപ വരെ ആകാവുന്ന ഫൈന്, ഓർ വിത്ത് ബോത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ സെക്ഷൻ 27 പക്ക സെറ്റായില്ലേ? ഇനി സെക്ഷൻ 27 എന്തൊക്കെ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തില്ലേ? ഈ സെക്ഷൻ 27 കീവേഡ്സ് ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കീവേഡ്സ് സ്പെസിഫൈ ചെയ്ത് നിങ്ങളെടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ കീവേഡ്സ് ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും, ചോദ്യങ്ങൾ വരും. 2 മാർക്കുണ്ട്. ആ 2 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അടിച്ചെടുക്കാനായിട്ട് പറ്റണം. ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, ഈ 2 മാർക്ക് നമ്മൾ അടിച്ചെടുക്കുകയും നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1 കഴിഞ്ഞു, സെക്ഷൻ 25 കഴിഞ്ഞു, സെക്ഷൻ 27 കഴിഞ്ഞു. ഇതെല്ലാം എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ ഇപ്പം ഉണ്ടും താനും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം. ഇന്നത്തെ രണ്ടാമത്തെ സെക്ഷൻ ഏതാണ്, സെക്ഷൻ 28. ഓക്കെ, അപ്പൊ എന്താണ് സെക്ഷൻ 28 പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും, NDPS നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്യുന്നു, ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ആരെങ്കിലും ഒരു അറ്റംപ്റ്റ് നടത്തുന്നു. മീൻസ് ആ കുറ്റം അയാൾ എന്ത് ചെയ്തില്ല, പക്ഷെ എന്താണ്, ആ കുറ്റം ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് അല്ലെങ്കിൽ സാഹചര്യം എന്ത് ചെയ്തേക്കാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു ശ്രമം എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. ഓക്കെ, അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ഒഫൻസ് ആണ്, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു കമ്മീഷൻ ഓഫ് ഒഫൻസ്. ഒഫൻസ് കമ്മീഷൻ ചെയ്യാനായിട്ട് എന്ത് നടത്തി, ശ്രമം നടത്തിയാലുള്ള ശിക്ഷയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 28. അപ്പൊ 28 എന്ന് പറയുമ്പോൾ നമുക്ക് 8ന്റെ അറ്റംപ്റ്റ് അല്ലെ, 8 അറ്റംപ്റ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് നമുക്ക് ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. എന്തിനുള്ള അറ്റംപ്റ്റ് ആണ്, NDPS നിയമപ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്യാനുള്ള അറ്റംപ്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നു, ശ്രമം നടത്തിയാലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, സെക്ഷൻ 28 ആണ്. ഓക്കെ, അപ്പൊ സെക്ഷൻ 28 എന്താ പറയുന്നത്, NDPS നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനായിട്ട് ഏതെങ്കിലും വ്യക്തി എന്ത് ചെയ്യുന്നു, ശ്രമിക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് നടത്തുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെന്റ് എന്താണ് എന്നുള്ള കാര്യമാണ് എവിടെ പറയുന്നത്, സെക്ഷൻ 28 പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ സെക്ഷൻ 28 ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ സെക്ഷന്റെ ഒരു ഡീപ്പർ സൈഡിലേക്ക് ഇറങ്ങി ചെല്ലുവാണെന്നുണ്ടെങ്കിൽ എന്താണ് സെക്ഷൻ 28 വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അധ്യായം 4 അല്ലെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ 4 NDPS ആക്ട് പ്രകാരമുള്ള ഒഫൻസസിനെ കുറിച്ച് എന്ത് ചെയ്തേക്കുന്നത്, ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഏതൊക്കെയാണ് ഒഫൻസസ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് ചാപ്റ്റർ 4 ഡിഫറെൻറ്റ് സെക്ഷൻസിലാണ്. അപ്പോൾ ഈ ചാപ്റ്റർ 4 പറയുന്ന ഒരു കുറ്റകൃത്യം, അല്ലെങ്കിൽ ചാപ്റ്റർ 4 പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എന്താണ്, അത്തരം കുറ്റകൃത്യം ചെയ്യാൻ കാരണമാകുന്നു, ഓക്കെ, ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ ആ കുറ്റത്തിന് NDPS ആക്ടിൽ നിർവചനം, അല്ലെങ്കിൽ എന്താണോ NDPS ആക്ടിൽ കൊടുത്തിരിക്കുന്ന ആ പ്രവൃത്തിക്കുള്ള ശിക്ഷ, അതേ ശിക്ഷ തന്നെയാണ് ആർക്ക് ലഭിക്കുന്നത്, അത് ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിക്കും കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ചാപ്റ്റർ 4 എന്തൊക്കെ ഒഫൻസസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ ആ ഒഫൻസസ് ചെയ്യാനായിട്ട് ആരെങ്കിലും ശ്രമം നടത്തുവാണെന്നുണ്ടെങ്കിൽ ആ ഒഫൻസിന് എന്ത് ശിക്ഷയാണോ പറഞ്ഞിരിക്കുന്നത് അതേ ശിക്ഷ തന്നെയാണ് എന്ത് കിട്ടുന്നത്, അറ്റംപ്റ്റിനും കിട്ടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? മനസ്സിലായോ? സെക്ഷൻ 28 സെറ്റായിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ബ്രീഫ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നുകൂടെ കൺസോൾട്ടേറ്റ് ചെയ്യാം. അപ്പോൾ സെക്ഷൻ 28 എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NDPS നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാനായിട്ട് ആരെങ്കിലും അറ്റംപ്റ്റ് നടത്തുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 28 അറ്റംപ്റ്റ് 28. ഇനി എന്താണ് ആ ഒരു
സെക്ഷൻ 28 പറഞ്ഞിരിക്കുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും NDPS നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ കുറ്റകൃത്യം ചെയ്താൽ ഉള്ള ശിക്ഷ എന്താണോ അതേ ശിക്ഷ തന്നെയാണ് എവിടെ കിട്ടുന്നത്, ഈ സെക്ഷൻ 28 പ്രകാരം ആ വ്യക്തി കിട്ടുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു സെക്ഷൻ 27 പ്രകാരം ഒരാൾ എന്ത് ചെയ്യുന്നു, കൊക്കൈൻ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷം വരെയാകാവുന്ന റിഗറസ് തടവ്, അല്ലെങ്കിൽ 20,000 രൂപ വരെയുള്ള ഫൈന്, അല്ലെങ്കിൽ രണ്ടും കൂടി ചേർത്തോ കിട്ടാം. ഈ പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നു, കൺസ്യൂം ചെയ്തില്ല, അതിനുള്ള ആ ഒരു കൺസ്യൂം ചെയ്യാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തേക്കാണ്, സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ശിക്ഷയാണോ ലഭിക്കുന്നത് അതേ ശിക്ഷ തന്നെ ആയിരിക്കും ആർക്ക് കിട്ടുന്നത്, ഈ പറയുന്ന വ്യക്തിക്കും കിട്ടുന്നത്. ഇപ്പൊ ക്ലിയർ ആയി കാണത്തില്ലേ? ക്ലിയർ ആയാലും അപ്പോൾ ഈ കൊക്കൈൻ കൺസ്യൂം ചെയ്താൽ കിട്ടുന്ന ശിക്ഷ തന്നെയാണ് കൊക്കൈൻ കൺസ്യൂം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് കൺസ്യൂം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വ്യക്തി പിടിക്കപ്പെടുന്നത് അല്ലേ. സോ ഡെഫിനറ്റ്ലി അയാളെ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്തതിനുള്ള പണിഷ്മെന്റ് എന്താണോ അതേ പണിഷ്മെന്റ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വ്യക്തി കൊടുക്കുന്നത്. ഇനി ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത മറ്റേതെങ്കിലും വ്യക്തി, അവൻ അറിയാം ഇത് ചെയ്യുന്നത് എന്താണ്, അവൻ അറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രൊമൈസ് ഒരുക്കി കൊടുക്കുവാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടുന്ന എന്തായിരിക്കും, സെക്ഷൻ 25 ഇത് പ്രകാരം ഇതേ ശിക്ഷ തന്നെ ആയിരിക്കും കിട്ടുന്നത് അല്ലേ. എല്ലാവരും നമുക്ക് കോറിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ 25 പ്രൊമൈസ്, ദെൻ 27 കൺസ്യൂം ചെയ്താലുള്ള പണിഷ്മെന്റ്, 28 എന്താണ്, ഇത്തരത്തിലുള്ള ഒഫൻസുകൾ കമ്മീഷൻ ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെന്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, സെക്ഷൻ 28 പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സെക്ഷൻ 28 പക്ക ആയിട്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 28 ബെയർ ആക്റ്റും കൂടെ നമുക്കൊന്ന് നോക്കാം. ആ ബെയർ ആക്റ്റും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെന്താണ്, സെക്ഷൻ 28 ബന്ധപ്പെട്ട് ഏതൊരു രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, നോക്കാം സെക്ഷൻ 28. സെക്ഷൻ 28 എന്താ പറയുന്നത്, പണിഷ്മെന്റ് ഫോർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ഒഫൻസസ് അല്ലേ. ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യാനുള്ള അറ്റംപ്റ്റിനുള്ള പണിഷ്മെന്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 28 പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 28 ഹെഡിങ് നമുക്ക് മനസ്സിലായി, എന്താണ് പണിഷ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. എന്തിനുള്ള പണിഷ്മെന്റ് ആണ്, ആരെങ്കിലും ഒഫൻസ് കമ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെന്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 28 പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സെക്ഷൻ 28 പറയുന്നത്. ഹൂ എവർ attempt to commit any offense punishable under this chapter അല്ലേ. കാരണം സെക്ഷൻ 28 ചാപ്റ്റർ 4 തന്നെ പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ 4 പണിഷബിൾ ആണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഒഫൻസ് ഒരാൾ കമ്മിറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാണ്, ശ്രമം നടത്തുകയാണ്, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുകയാണ്. ഓർ ടു കോസ് സച്ച് ഒഫൻസ് ടു ബി കമ്മിറ്റഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒഫൻസ് കമ്മീഷൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നു, കാരണമാകുന്നു. ആൻഡ് ഇൻ സച്ച് അറ്റംപ്റ്റ് ഡസ് എനി ആക്ട് ടുവേർഡ്സ് കമ്മീഷൻ ഓഫ് ഒഫൻസ് ഷാൽ ബി പണിഷബിൾ വിത്ത് പണിഷ്മെന്റ് പ്രൊവൈഡഡ് ഫോർ ദ ഒഫൻസ് അല്ലേ. അപ്പോൾ എന്താണ്, ഈ പറയുന്ന കൂട്ട് ശ്രമം നടത്തുകയോ എന്താണ്, ശ്രമം നടത്താനുള്ള എന്ത് ചെയ്യുന്നു, ഒരു കാരണമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ആക്ടിന്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഒഫൻസിന് എന്ത് പണിഷ്മെന്റ് ആണോ പറഞ്ഞിരിക്കുന്നത് അതേ പണിഷ്മെന്റ് തന്നെ ആയിരിക്കും എന്ത് കിട്ടുന്നത്, ഇത് കമ്മിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് കമ്മീഷൻ ചെയ്യാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും കിട്ടുന്നത്. ഇതാണ് സെക്ഷൻ 28 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെക്ഷൻ 28 ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ ബെയർ ആക്റ്റും കൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക, വേറെ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ സെക്ഷൻ പഠിച്ചു, സെക്ഷൻ 1 പഠിച്ചു അല്ലെ. ഇതിനകത്താണ് NDPS ആക്ടിന്റെ ടൈറ്റിലിനെ കുറിച്ച് പറയുന്നത്, NDPS ആക്ടിന്റെ വ്യാപ്തിയെക്കുറിച്ച് പറയുന്നത്, എന്നാണ് NDPS ആക്ട് വന്നുള്ള കാര്യം, നവംബർ 14, 1985 അല്ലേ. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ 25 ആണല്ലേ, പ്രിമൈസ് ഒരുക്കി കൊടുത്താൽ അതിനുള്ള പണിഷ്മെന്റ് എന്താണ്, ആ കുറ്റകൃത്യത്തിനുള്ള അതേ പണിഷ്മെന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പ്രിമൈസ് ഒരുക്കി കൊടുത്താലും കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ സെക്ഷൻ 27 വന്നു. എന്താണ് സെക്ഷൻ 27 എന്ന് പറയുന്നത്, ഈ പറയുന്ന ഒഫൻസുകൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ NDPS ആക്ട് പ്രകാരം നർക്കോട്ടിക് സബ്സ്റ്റൻസോ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ കൺസ്യൂം ചെയ്താലുള്ള പണിഷ്മെന്റിനെ കുറിച്ച് 27 പറയുന്നതാണ്. ഇത് 2 കാറ്റഗറി ഓഫ് പണിഷ്മെന്റ്സ് പറയുന്നുണ്ട്. ആ 2 കാറ്റഗറി ഓഫ് പണിഷ്മെന്റ്സും നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ സെക്ഷൻ 28 ആണ്. എന്താണ് സെക്ഷൻ 28? 8 എന്ന് കേൾക്കുമ്പോൾ അറ്റംപ്റ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഓർമ്മ വരണം അല്ലേ. അപ്പോൾ NDPS നിയമപ്രകാരമുള്ള എന്തെങ്കിലും ഒഫൻസുകൾ ആരെങ്കിലും ചെയ്യാനായിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത് എവിടെയാണ്, സെക്ഷൻ 28 സെക്ഷൻ 28 പ്രകാരം ആ കുറ്റകൃത്യത്തിന് എന്ത് പണിഷ്മെന്റ് ആണോ പറഞ്ഞിരിക്കുന്നത് അതേ പണിഷ്മെന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അറ്റംപ്റ്റിനും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 സെക്ഷൻസ് അടിപൊളിയായിട്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക,
താഴെ നല്ല കമൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ തരിക, ഫീഡ്ബാക്ക് നിങ്ങൾ തരിക. ഓക്കെ, അപ്പോൾ സെക്ഷൻ 28 പക്ക ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം. സെക്ഷൻ 31A. ഓക്കെ, എന്താണ് സെക്ഷൻ 31A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, NDPS നിയമപ്രകാരമുള്ള ഒരു കുറ്റകൃത്യം നടത്തി. ഓക്കെ, ആ കുറ്റകൃത്യം നടത്തിയതിന് ശേഷം നമ്മൾ പിടിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് എന്ത് വിധിക്കും, നമുക്ക് ശിക്ഷ വിധിക്കും അല്ലേ. അപ്പോൾ ആ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന NDPS നിയമപ്രകാരം ചെയ്ത ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തതിൽ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ചില പ്രവർത്തികൾ എന്താ നമുക്ക് പറയാം, ചില പ്രവർത്തികൾ അല്ലെങ്കിൽ ചില കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, വധശിക്ഷ ലഭിക്കും എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, സെക്ഷൻ 31A ആണ്. അപ്പോൾ പല രീതിയിലൂടെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ എന്താണ്, നമ്മുടെ NDPS ആക്ട് പ്രകാരം വധശിക്ഷ കൊടുക്കാവുന്ന ഒഫൻസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ്, ഡെഫിനറ്റ്ലി ഉണ്ട്. അതെവിടെ പറയുന്നുണ്ട്, സെക്ഷൻ 31A പറയുന്നുണ്ട്. അതായത് പ്രീവിയസ്ലി കൺവിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ചില കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ എന്ത് ലഭിക്കും, വധശിക്ഷ ലഭിക്കും എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, വകുപ്പ് 31A. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? അപ്പോൾ 31A എന്ന് പറയുമ്പോൾ തന്നെ ആവർത്തനം, A എന്ന് പറഞ്ഞാൽ എന്താണ്, ആവർത്തനം എന്ന് ഓർത്തിരുന്നാൽ മതി അല്ലെ. കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ, അപ്പോൾ എല്ലാ കുറ്റകൃത്യങ്ങളും ആവർത്തിച്ചാലല്ല, എന്ത് ചെയ്യുന്നു, ഒരു പ്രാവശ്യം കൺവിക്റ്റഡ് ആയി അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ആക്ടിൽ തന്നെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന കൾപ്രിറ്റിന് വധശിക്ഷ തന്നെ ലഭിക്കും എന്ന് പറയുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത്, വകുപ്പ് 31A എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ 31A മനസ്സിലായല്ലോ, ആവർത്തനമാണ് എന്നുള്ള കാര്യം ഓർത്ത്. എല്ലാ കുറ്റങ്ങളും അല്ല, എന്താണ്, ചില കാര്യങ്ങൾ ഓൾറെഡി കൺവിക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി എന്ത് ചെയ്യുന്നു, ചില കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉള്ള പണിഷ്മെന്റിനാണെങ്കിൽ ആവർത്തനമാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷൻ 31A എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡീപ്പർ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. വയ്ക്കൂടെ, ഇതിന്റെ ഡീപ്പർ കാര്യങ്ങളിലേക്ക് പോകാമോ? സെറ്റാണോ? പറഞ്ഞാട്ടെ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ 31A എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സെക്ഷൻ 19, സെക്ഷൻ 24, സെക്ഷൻ 27A അല്ലെന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന്, ലഹരി പദാർത്ഥം എന്നിവയുടെ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വാണിജ്യ അളവുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റങ്ങൾക്കോ മുമ്പൊരിക്കൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തി. ഓക്കെ, അതായത് സെക്ഷൻ 19 പ്രകാരം, സെക്ഷൻ 24 പ്രകാരം, സെക്ഷൻ 27 പ്രകാരം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈവശം ഒരു കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വാണിജ്യ അളവ്, ഓരോ മയക്കുമരുന്നിന്റെ വാണിജ്യ അളവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള എന്താണ് ക്വാണ്ടിറ്റി കയ്യിൽ വെച്ചതിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ്, ലഹരി മരുന്നുകളുടെയോ അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളുടെയോ ഉൽപാദനം, നിർമ്മാണം, കൈവശം വെക്കൽ, കടത്തൽ, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യൽ, ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യൽ എന്നിവയിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 31 പരാമർശിക്കുന്ന എന്താണ്, കുറയാത്ത ശിക്ഷയ്ക്കോ അല്ലെങ്കിൽ എന്താണ്, വധശിക്ഷയ്ക്കോ വിധേയമാക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 31A പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാം. അപ്പൊ സെക്ഷൻ 19 പ്രകാരം അല്ലെന്നുണ്ടെങ്കിൽ സെക്ഷൻ 24 പ്രകാരം അല്ലെങ്കിൽ സെക്ഷൻ 27 പ്രകാരം, ഇതെല്ലാം ഓരോ ഒഫൻസുകളാണ്. അത് ഞാൻ കൃത്യമായിട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ സെക്ഷൻ 19 ഒരു ഒഫൻസ് പറയുന്നുണ്ട്, സെക്ഷൻ 24 ഒരു ഒഫൻസ് പറയുന്നുണ്ട്, സെക്ഷൻ 27A എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒഫൻസ് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒഫൻസിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ തൻ്റെ കൈവശം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ നർക്കോട്ടിക് ഡ്രഗ്സോ എന്ത് ചെയ്യുന്നു, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ കൈവശം വെച്ചതിന് അല്ലെങ്കിൽ വാണിജ്യപരമായിട്ടുള്ള അളവ്, വാണിജ്യ അളവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്മോൾ ക്വാണ്ടിറ്റി, മീഡിയം ക്വാണ്ടിറ്റി, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കൈവശം അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കൈവശം വെച്ചതിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ലഹരി മരുന്നുകളുടെ അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകളുടെ പ്രൊഡക്ഷൻ, കൈവശം വെക്കൽ, ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു, അപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു എന്നീ പരിപാടികളിൽ ഏർപ്പെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്, ഇത്തരം പരിപാടികൾക്ക് സാമ്പത്തികമായിട്ട് സഹായം നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, സെക്ഷൻ 31 പറഞ്ഞിരിക്കുന്ന ശിക്ഷ
ശിക്ഷ കുറഞ്ഞത് എന്ത് ചെയ്യും? സെക്ഷൻ 31 പറഞ്ഞിരിക്കുന്ന ശിക്ഷയാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ. അല്ലെങ്കിൽ എന്ത് കിട്ടും? വധശിക്ഷയ്ക്കോ എന്ത് കിട്ടും? വിധേയമാക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സെക്ഷൻ 31A പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണ്. ഇപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയില്ലേ? അപ്പൊ നമ്മൾ സെക്ഷൻ 31 പറഞ്ഞ കാര്യം എന്താ? ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? വധശിക്ഷയ്ക്ക് ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 31A പറയുന്നത്. അപ്പൊ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറഞ്ഞു, സെക്ഷൻ 19 പ്രകാരം ശിക്ഷിക്കപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ സെക്ഷൻ 24 പ്രകാരം ശിക്ഷിക്കപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ സെക്ഷൻ 27 പ്രകാരം ശിക്ഷിക്കപ്പെട്ട വ്യക്തി, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന നർക്കോട്ടിക് ഡ്രഗോ അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസോ കൈവശം വെച്ചു എന്നതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയോ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നു? പ്രൊഡക്ഷൻ നടത്തുന്നു, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? കൈവശം വെക്കുന്നു, ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു എന്നീ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മിനിമം എന്ത് പണിഷ്മെന്റ് കിട്ടും? സെക്ഷൻ 31 എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പണിഷ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ സെക്ഷൻ 31 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറ്റം ആവർത്തിച്ചാലുള്ള പണിഷ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഓൾറെഡി ഉള്ളതിന്റെ 1.5 ടൈംസ് അങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സെക്ഷൻ 31 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെക്ഷൻ 31 പറഞ്ഞിട്ടുള്ളത് മിനിമം പണിഷ്മെന്റ് ആയിട്ടും ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾക്ക് മാക്സിമം പണിഷ്മെന്റ് ആയിട്ട് എന്തും കിട്ടും? നമുക്ക് വധശിക്ഷയും ലഭിക്കും എന്നാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 31A പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണേ? അപ്പോൾ ഈ പറയുന്ന നമുക്ക് സെക്ഷൻ 19 എന്താണെന്നും സെക്ഷൻ 24 എന്താണെന്നും സെക്ഷൻ 27 എന്താണെന്നും നമുക്ക് നോക്കാം. തൽക്കാലം ഈ പറയുന്ന സെക്ഷൻസിലുള്ള ഒഫൻസുകൾ കമ്മീഷൻ ചെയ്ത് ശിക്ഷിക്കപ്പെട്ട വ്യക്തി ഈ പറയുന്ന നർക്കോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതികളുടെ ഉൽപാദനം, ഇമ്പോർട്ട്, എക്സ്പോർട്ട് തുടങ്ങിയവ നടത്തുകയോ അല്ലെങ്കിൽ ഇതിനായിട്ട് ധനസഹായം അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ മിനിമം ശിക്ഷ സെക്ഷൻ 31 പ്രകാരവും മാക്സിമം ശിക്ഷ എന്താണ്? വധശിക്ഷയും നമുക്ക് ലഭിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സെക്ഷൻ 31 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? മനസ്സിലായോ? പക്ക ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഇതിന്റെ ബെയർ ആക്ട് നോക്കാം. ബെയർ ആക്ട് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് സെക്ഷൻ 19 പറയുന്നത്, എന്താണ് സെക്ഷൻ 24 പറയുന്നത്, എന്താണ് സെക്ഷൻ 27 പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് സെക്ഷൻ 31 പറയുന്നത് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. തൽക്കാലം 31A മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കൺഫേം ചെയ്ത് വെക്കാം. 31A എന്താണെന്ന് പിടികിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന 31A ബെയർ ആക്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 31A പറയുന്ന കാര്യം എന്താണ്? ഡെത്ത് പെനാലിറ്റി ഫോർ സർട്ടൺ ഒഫൻസസ് ആഫ്റ്റർ പ്രീവിയസ് കൺവിക്ഷൻ അല്ലേ? അപ്പോൾ എന്താണ്? ചില ഒഫൻസുകൾക്ക് എന്ത് കിട്ടും? ഡെത്ത് പെനാൽറ്റി കിട്ടും ആഫ്റ്റർ പ്രീവിയസ് കൺവിക്ഷൻ അല്ലേ? അപ്പോൾ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്? ശിക്ഷ ലഭിച്ചിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യുന്നു? ചില ഒഫൻസുകളിൽ മുൻ ശിക്ഷ ലഭിച്ചിട്ടുള്ള ആൾക്ക് എന്തുണ്ട്? അത് പിന്നെയും ആവർത്തിച്ചാൽ ഡെത്ത് പെനാലിറ്റി കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 31A പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 31. ഓക്കെ, അപ്പൊ സെക്ഷൻ 31 എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഇഫ് എനി പേഴ്സൺ ഹൂ ഹാസ് ബീൻ കൺവിക്റ്റഡ് ഓഫ് ദ കമ്മീഷൻ ഓഫ് ഓർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ഓർ അബറ്റ്മെന്റ് ഓർ criminal conspiracy to commit any of the offences punishable under section 19, 24, section 27A and for offences involving commercial quantity of any narcotic drug or psychotropic substance is subsequently convicted of the commission of or attempt to commit or abetment of or criminal conspiracy to commit an offence relating to എന്താണ്? engaging in production, manufacture, possession, transportation, import to India, export from India, transshipment of narcotic drugs or psychotropic substance specified under column 1. Okay, for the quantity which is equal to or more than quantity indicated against such drug or substance as specified in column 2. അതായത് പറയുന്നത് എന്താണ്? സെക്ഷൻ 31 പറയുന്നത് എന്താണ്? കുറ്റം ആവർത്തിച്ചാലുള്ള ശിക്ഷയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സെക്ഷൻ 31 കൺസിഡർ ചെയ്യേ വേണ്ട. സെക്ഷൻ 31 എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മൾ പരിഗണിക്കില്ല. പകരം എന്താണ്? ഈ പറയുന്ന സെക്ഷൻ 19 സെക്ഷൻ 24 സെക്ഷൻ 27 അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കൈവശം വെച്ചതിനോ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നർക്കോട്ടിക് ഡ്രഗ്സിന്റെ പ്രൊഡക്ഷൻ, മാനുഫാക്ചറിങ്, പൊസഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട്, ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് തുടങ്ങിയ പ്രവർത്തികളിൽ ഏർപ്പെടുവാണ്.
ഓക്കെ, അതിനകത്ത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കോളം 1 പറഞ്ഞിട്ടുണ്ട്. എത്ര ക്വാണ്ടിറ്റിയിൽ കൂടുതൽ അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ആണ് ഇവർ ഈ പറയുന്ന പ്രൊഡക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ആക്ടിന്റെ കോളത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ആരെങ്കിലും എന്ത് ചെയ്യുന്നു, ഈ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അളവിൽ ഈ പറഞ്ഞിരിക്കുന്ന സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുകയോ മാനുഫാക്ചർ ചെയ്യുകയോ ട്രാൻസ്പോർട്ട് ചെയ്യുകയോ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയോ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എന്താണ്, ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്ത് ചെയ്യുന്നു, ഫിനാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും, ഷാൽ ബി പണിഷ്ഡ് അല്ലെ, പണിഷ്മെന്റ് കിട്ടും. വിച്ച് ഷാൽ നോട്ട് ബി ലെസ് ദാൻ പണിഷ്മെന്റ് സ്പെസിഫൈഡ് ഇൻ 31 ഓർ വിത്ത് ഡെത്ത് അല്ലെ. മിനിമം എന്ത് കിട്ടും, സെക്ഷൻ 31 പറഞ്ഞിരിക്കുന്ന പണിഷ്മെന്റ്, അല്ലെങ്കിൽ എന്ത് കിട്ടും, മാക്സിമം എന്താണ്, ഡെത്ത് പെനാലിറ്റി വരെ കിട്ടും. ഓക്കെ, അതുകൂടാതെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ബെയർ ആക്ടിൽ, വേർ എനി പേഴ്സൺ ഈസ് കൺവിക്റ്റഡ് ബൈ എ കോമ്പിറ്റന്റ് കോർട്ട് ഓഫ് ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ ഔട്ട്സൈഡ് ഇന്ത്യ അണ്ടർ എനി ലോ കറസ്പോണ്ടിങ് ടു ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 19, സെക്ഷൻ 24, സെക്ഷൻ 27A and for offences involving commercial quantity of any narcotic drug or psychotropic substance, such person in respect of such conviction shall be dealt with for the purpose of subsection 1 as if he had convicted by court in India. ഓക്കെ, മനസ്സിലായ സംഗതി ഇത്രയേ ഉള്ളൂ. പിന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്ക് വെളിയിൽ എവിടെയെങ്കിലും ഈ സെക്ഷൻ 19 അല്ലെങ്കിൽ സെക്ഷൻ 24 സെക്ഷൻ 27A അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്ന മറ്റേതെങ്കിലും നിയമപ്രകാരം വേറെ എവിടെയെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് കൺവിക്ഷൻ ആയിട്ട് നമ്മൾ എടുക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സെക്ഷൻ 31A പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ, ഇപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയില്ലേ. അപ്പോൾ ഡീപ്പറിലേക്ക് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ബെയർ ആക്ട് തന്നെ പഠിക്കണം. ഓക്കെ, ബെയർ ആക്ട് വന്നപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്, ബെയർ ആക്ട് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ പറയാം. സെക്ഷൻ 31A പറഞ്ഞേക്കുന്നത് എന്താണ്, ചില ഒഫൻസുകളിൽ പ്രീവിയസ് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ അയാൾ പിന്നെയും ഒഫൻസുകൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെന്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 31A പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി രണ്ടാമത് പറയുന്ന കാര്യം എന്താണ്, സെക്ഷൻ 31 എന്ത് തന്നെ പറഞ്ഞിരുന്നാലും സെക്ഷൻ 31 പറയുന്നത് ഈ പറയുന്ന NDPS ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ്. വളരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, ജനറൽ ആയിട്ട് പറഞ്ഞേക്കുവാണ്. ആവർത്തിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 31 പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന സെക്ഷൻ 19 സെക്ഷൻ 24 സെക്ഷൻ 27 പറയുന്ന പ്രൊവിഷൻസ് പ്രകാരം അല്ലെങ്കിൽ അതിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരാൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കോളം 1 അതിപ്പോൾ ഞാൻ പറയാം കോളം 1 എന്തൊക്കെയാണെന്നുള്ളത്. കോളം 1 പറഞ്ഞിരിക്കുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നർക്കോട്ടിക് ഡ്രഗ്സ് ഇവയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കോളത്തിൽ തന്നെ പരാമർശിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റിക്ക് തുല്യമായിട്ടോ അല്ലെങ്കിൽ എന്താണ് ആ ക്വാണ്ടിറ്റിക്ക് കൂടുതലായിട്ടോ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ നടത്തുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു, പൊസസ് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന പോലുള്ള പരിപാടികളിൽ ഏർപ്പെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളിൽ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ധനസഹായം നൽകുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെന്റിനെ കുറിച്ചാണ് എവിടെ പറയുന്നത്, ഈ പറയുന്ന സെക്ഷൻ 31A പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ, മനസ്സിലായോ? പിന്നെ അതുകൂടാതെ പറയുന്നുണ്ട് എന്താണ്, ഇന്ത്യക്ക് വെളിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും രാജ്യത്തിൽ വെച്ചിട്ട് ഈ പറയുന്ന സെക്ഷൻ 19 സെക്ഷൻ 24 സെക്ഷൻ 27A അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രൊവിഷൻസ് ഉള്ള ഏതെങ്കിലും നിയമപ്രകാരം വെളിയിൽ വെച്ച് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് കൺവിക്ഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും എന്നുള്ള കാര്യവും എവിടെ പറയുന്നുണ്ട്, സെക്ഷൻ 31A പറയുന്നുണ്ട്. ഓക്കെ ആണോ, ക്ലിയർ ആണോ, പക്ക ഓക്കെ? എന്തെങ്കിലും ഡൗട്ട്? സെറ്റ് അല്ലേ, മനസ്സിലായല്ലോ? അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സെക്ഷൻ 31 വളരെ സിമ്പിളാണ്. ഇനി നോക്കിക്കേ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊക്വയർ ചെയ്യുന്ന സാധനം ഓപ്പിയം ആണെന്നുണ്ടെങ്കിൽ 10 കിലോയോ 10 കിലോയ്ക്ക് മേലോ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യപ്പെടും, നമ്മൾക്ക് വധശിക്ഷ അല്ലെങ്കിൽ മിനിമം സെക്ഷൻ 31 പറഞ്ഞിരിക്കുന്ന ശിക്ഷ കിട്ടും. ഈ സബ്സ്റ്റൻസ് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ആ ക്വാണ്ടിറ്റി ഒന്നും കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും ചിലപ്പോൾ എന്ത് ചെയ്യുക, 1% ചോദിക്കുക. നമ്മളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ഈ പറയുന്ന ഓപ്പിയത്തിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി, ഓപ്പിയം 10 കിലോ അല്ലെന്നുണ്ടെങ്കിൽ 10 കിലോയിൽ കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുവാണ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കൂട്ട് കൈവശം വെക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, സെക്ഷൻ 31 പ്രകാരമുള്ള മിനിമം പണിഷ്മെന്റ് അല്ലെങ്കിൽ എന്താണ് മാക്സിമം വധശിക്ഷ കിട്ടും. എന്താണ് ഈ പറയുന്ന വ്യക്തി സെക്ഷൻ 19
24, 27 അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കൈവശം വെച്ചതിനുള്ള ശിക്ഷ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലാണ് എന്ത് കിട്ടുന്നത്, പണിഷ്മെന്റ് കിട്ടുന്നത്. ഇനി മോർഫിൻ ഉണ്ട്, ഹെറോയിൻ ഉണ്ട്, കോഡീൻ ഉണ്ട്, തെബൈൻ ഉണ്ട്, കൊക്കൈൻ ഉണ്ട്, ഹാഷിഷ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് സബ്സ്റ്റൻസ് മാത്രം ഓർത്തു വെച്ചേക്കാം. ഇനി ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ചേക്കാം, നമ്മൾ ഈ പറയുന്ന സബ്സ്റ്റൻസുകളുടെ മിശ്രിതമാണ് പിടിക്കപ്പെടുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതാണോ മിനിമം ക്വാണ്ടിറ്റി പറഞ്ഞിരിക്കുന്നതിൽ ഉള്ളത് അത് പ്രകാരം അതായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ അളവായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അതായത് ഒരു OPM എത്ര പിടിച്ചു, ഒരു 9 കിലോ പിടിച്ചു. ഓക്കെ, കൊക്കൈൻ എത്രയുണ്ട്, 600 ഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓപ്പിയത്തിൻ്റെയും കൊക്കൈൻ്റെ ഒരു മിശ്രിതമാണ് പിടിക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ അളന്ന് നോക്കിയപ്പോഴത്തേന് OPM 9 കിലോയാണുള്ളത്, കൊക്കൈൻ എത്രയാണ്, 600 ഗ്രാമാണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ, ഓപ്പിയത്തിൻ്റെ ഇത് പ്രകാരം എത്രയാണ്, 10 കിലോ OPM വേണമെന്നാണ് നിയമം നിഷ്കർഷിക്കുന്നത് അല്ലേ. പക്ഷേ കൊക്കൈൻ എത്രയുണ്ട്, 600 ഉണ്ട് മിശ്രിതത്തിനകത്ത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ കൊക്കൈൻ 600 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന മിശ്രിതത്തിലെ അളവ് നോക്കുമ്പോഴത്തേനും അതിനകത്ത് ഏറ്റവും കുറഞ്ഞ അളവിൽ ഏതാണോ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കാം. മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന മുകളിൽ പരാമർശ ലഹരി വസ്തുക്കളുടെയോ സൈക്കോട്രോപിക് വസ്തുക്കളുടെ അളവുകൾ ഏറ്റവും കുറഞ്ഞ അളവായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മിക്സ്ചറിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിഗണിക്കപ്പെടുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണ്. പിന്നെ അതുകൂടാതെ LSD, THC, നമ്മൾ മെത്ത് അല്ലെ, മെത്താംഫെറ്റമിൻ, ദെൻ മെത്താക്വിലോൺ, ആംഫെറ്റമിൻ, അല്ലെങ്കിൽ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള സാൾട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിടിക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഗതികളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സെക്ഷൻ 31A പ്രകാരം നമുക്ക് എന്ത് കിട്ടുന്നത്, പണിഷ്മെന്റ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ, മനസ്സിലായോ, പക്കാ ഓക്കെ. അപ്പോൾ സെക്ഷൻ 31A നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ കമൻസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ഒന്ന് കണ്ടാൽ മതി, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് സെക്ഷൻ 19, എന്താണ് സെക്ഷൻ 24, എന്താണ് സെക്ഷൻ 27A തുടങ്ങിയ കാര്യങ്ങളും അതുകൂടാതെ എന്താണ് സെക്ഷൻ 31 എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം എല്ലാവർക്കും താങ്ക് യു, ബൈ.